ഹലോ ഫ്രണ്ട്സ്, മൈ ഫിഷ് ടാങ്ക് ക്രിയേഷൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബെറ്റ ഫിഷിനും നമ്മുടെ സോട്ടയിലും ഗപ്പിക്കൊക്കെ നമുക്ക് നല്ലൊരു അടിപൊളി ഫുഡ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ആ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ മുട്ട വെച്ചിട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ പാർട്ട് 1 ആയിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, മുട്ട വെച്ചിട്ട് നമുക്ക് ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, താഴെ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ കണ്ടു നോക്ക്. പക്ഷേ നിങ്ങൾക്ക് വേറെ ഫുഡൊന്നും കൊടുക്കാനില്ലെങ്കിൽ മാത്രം നമ്മൾ മുട്ട വെച്ചുണ്ടാക്കിയ ഫുഡ് കൊടുക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ഒഴിക്കാനായിട്ട് വെള്ളം പെട്ടെന്ന് കലങ്ങി നമ്മൾ നോക്കാതെ കുറേ ഒഴിച്ച് വെള്ളം കലങ്ങി മീനുകൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി വേറെ ഫുഡുകൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്ന ഫുഡ് നമ്മുടെ ബെറ്റക്കും ഗപ്പിക്കൊക്കെ ഗ്രോത്ത് നല്ലോണം ഉണ്ടാക്കുന്ന ടൈപ്പ് ഫുഡാണ് ഇന്ന് മുട്ട വെച്ചുണ്ടാക്കുന്നത്. അല്ല, ഓവർ ഫീഡിങ് ഒക്കെ കഴിഞ്ഞാൽ വെള്ളം കലങ്ങാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾ തിന്നാതെ ബാക്കി അതിനകത്ത് കിടന്ന് അമോണിയ ഉണ്ടായി മീനുകൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ 3 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ശരിക്ക് പുഴുങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള യെല്ലോ കളറുള്ള ഉണ്ണി ശരിക്ക് വെന്തിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് പൊളിച്ച് മാറ്റിയെടുക്കണം. വെള്ളം നമുക്ക് ആവശ്യമില്ല, നമുക്കിതിൻ്റെ യെല്ലോ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യെല്ലോ നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുട്ടകളെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്, ഉണ്ണിയെ വേറെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു അരിപ്പക്കയിൽ വേണം. അരിപ്പക്കയിൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ മുട്ട പൊടി പോലെ നമുക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു അരിപ്പക്കയിൽ ആവശ്യമുണ്ട്. അരിപ്പക്കയിൽ എടുക്കാൻ നേരത്ത് കണ്ണി അധികം അടുത്തിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ അരിച്ചെടുക്കുന്ന പൊടികൾ ശരിക്കും എത്രത്തോളം ചെറുതായിരിക്കുന്നോ അത്രയും ചെറിയ മീനുകൾക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ പക്ഷേ കണ്ണികൾ അകന്നാണെങ്കിൽ നമുക്ക് വലിയ ടൈപ്പ് പൊടി പോലെ കിട്ടും. അപ്പോൾ വലിയ മീനുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഉണ്ണികളെല്ലാം ഇതുപോലെ അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പക്കയിലുള്ളതൊക്കെ തൂത്തെടുക്കുന്നത് നല്ലതാണ്, വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് തൂത്തെടുത്തേക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് കുറച്ച് വലിയ തരികളൊക്കെ ആണെങ്കിൽ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കാൻ നേരത്ത് കുറച്ചുകൂടി അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ശരിക്കും ഇത് ഉണങ്ങാത്ത, അതായത് ശരിക്കും വേവാത്ത ഉണ്ണിയാണെങ്കിൽ നമുക്ക് കൈ വെച്ച് അരിക്കാനായിട്ട് ചിലപ്പോൾ ഈ ബളബളാന്നായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി പുഴുങ്ങാൻ നേരത്ത് ശരിക്കും വേവാൻ നോക്കുക ആ ഉണ്ണി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൈ വെച്ചൊന്നും കൂടി പൊടിക്കണം. കുറച്ചും കൂടി പൊടിയാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത അരിപ്പക്കയിൽ കുറച്ച് അതിൻ്റെ കണ്ണി അകന്നതാർന്ന് ഒന്ന് പൊടിച്ചു കൊടുക്കണം. നമുക്കിത് പൊടിച്ചെടുത്തിട്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കിനി ഇതൊന്ന് വെയിലത്ത് വെച്ച് ശരിക്കും ഉണക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്കിത് ഉറുമ്പൊന്നും കയറാത്ത രീതിയിൽ വെയിലത്ത് കുറച്ച് നേരം വെക്കണം. ഒരു കാലത്ത് വെച്ചിട്ടൊരു വൈകുന്നേരം എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വെയിലിനനുസരിച്ച് ഇത് ഉണങ്ങാനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് വെയിലത്ത് വെക്കണം. ഞാനിവിടെ ഉണക്കാൻ വെച്ചത് താലത്തിലാണ്. താലമാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലടിക്കുമ്പോൾ ആ താലം ചൂടാവും. അപ്പോൾ വെയിലും കൂടി കൊള്ളാൻ നേരത്ത് നല്ലോണം ചൂടായി പെട്ടെന്ന് ഉണങ്ങാൻ സാധ്യതയുണ്ട്. എന്നിട്ടാകുമ്പോൾ കറക്റ്റ് നേരിട്ട് ഇതിനകത്തേക്ക് വെട്ടൊഴിക്കും, അതായത് സൂര്യപ്രകാശം അടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു കുറച്ച് നേരം ഇത് വെച്ചേക്കാം, ശരിക്കും ഉണങ്ങാൻ പാകത്തിന് വെച്ചേക്കാം. ഇനി നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ മീനുകൾക്ക് ഇട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ അത് ഉണങ്ങിയിട്ടുണ്ട്, ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മീന് കൊടുക്കാൻ പറ്റാവുന്ന രീതി പാകത്തിനായി അതിൻ്റെ ഇപ്പോൾ ഒരു കിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറൊന്നും കയറാത്ത രീതിയിൽ ഉപയോഗിച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ തണുത്തു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ശരിക്കും ഉണങ്ങിയേക്കുന്നത് കൊണ്ടാണ് ഇതിപ്പോൾ ഇടുമ്പോൾ തന്നെ മുകളിൽ പൊങ്ങി കിടക്കുന്നുണ്ട്, മീനുകൾക്ക് തിന്നാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ താഴെ പോയിട്ട് അടിഞ്ഞുകൂടി പ്രശ്നമാകും എയർ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരമാവധി അടച്ചു വെക്കാൻ നോക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഏകദേശം ഒരു മാസമായ ഫ്രൈ ആണിത്. ഇതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. അത് പറഞ്ഞാൽ ബ്ലൂവിൻ്റെയാണ്, ബാക്കിയൊക്കെ മസ്റ്റാർഡ് ഗ്യാസിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത്രയും ചെറുതായിട്ട് കിട്ടിയോണ്ട് നമുക്ക് ആ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ വലിയ ബെറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരമാവധി പറയാനുള്ളത്, ഇത് അധികം കൊടുക്കാൻ നേരത്ത്, ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കാൻ നേരത്ത് മീനുകൾക്ക് കഴിച്ചതിന് ബാക്കി വന്നിട്ട് വേസ്റ്റ് വന്നിട്ട് മീനുകൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി മീനുകൾ തിന്നാൻ പറ്റാവുന്ന മാത്രം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു.
നിങ്ങൾ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ലൈവ് ഫുഡൊന്നും എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഫുഡൊക്കെ ഉപയോഗിക്കാൻ നേരത്ത് നമ്മുടെ ഫിഷുകളുടെ ഗ്രോത്ത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഓവർ ഫീഡിങ് ആവരുത്. ഓവർ ഫീഡിങ് ആയിക്കഴിഞ്ഞാൽ ഫിഷുകൾ തിന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അവിടെ കിടന്ന് ചീത്തയായി വെള്ളം കലങ്ങി ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഏത് ഫുഡാണെങ്കിലും ഓവർ ഫീഡിങ് ആയിക്കഴിഞ്ഞാൽ എല്ലാം ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി സൂക്ഷിച്ച് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.